പുതിയ നുസ്ക് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം? പഴയ നിങ്ങളെ നുസ്ക് ആപ്ലിക്കേഷനാണ് ഈ കാണുന്നത്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. പുതിയൊരു നുസ്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ ഇത് പ്ലേ സ്റ്റോറിലോട്ട് പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് പുതിയ ആപ്ലിക്കേഷൻ. ഇവിടെ മിനിസ്റ്റർ ഓഫ് ഹജ്ജ് ഉംറ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ പഴയതും പുതിയതും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നുസ്ക് എന്ന് എഴുതി കണ്ടുള്ള താഴെ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും ഇവിടെ താഴത്ത്. അത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക. ഇതാണ് പുതിയ ആപ്ലിക്കേഷൻ. പുതിയ നുസ്ക് ആപ്ലിക്കേഷനിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൽ നഫാത്ത് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു നുസ്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ താഴെ കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്ത് പഴയ നുസ്ക് ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ച പാസ്വേഡ് യൂസർ നെയിം ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റും. അതിനായിട്ട് പുതിയ നുസ്ക് ആപ്ലിക്കേഷനിൽ ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ സൗദി അറേബ്യ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പഴയ നുസ്ക് ആപ്ലിക്കേഷനിൽ കൊടുത്ത യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുക്കുക. ഇവിടെ കാണുന്നത് മേളിൽ ഇക്കാം നമ്പർ, താഴെ പാസ്വേഡ്. ഇതിൽ താഴെ കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്, എററാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അവിടെ നീഡ് ഹെൽപ്പ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർഗെറ്റ് മൈ പാസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. അതിന് മേളിലായിട്ട് കൊടുത്തിരിക്കുന്നതാ നാഷണാലിറ്റി. അതിൽ നിങ്ങൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. അവിടെ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണുന്നതിൽ എൻ്റെ നാഷണൽ ID ഇക്കാം നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ന്യൂ പാസ്വേഡ്, മേളിൽ ന്യൂ പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നും കൂടി താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് വേണം. നിങ്ങളെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ടോ നമ്പറായിട്ടോ എന്തെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്. താഴെ കാണുന്ന കൺഫേമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കും. ലോഗിൻ ക്ലിക്ക് ചെയ്യുക താഴത്ത്. അതിനുശേഷം ലോഗിൻ എന്ന് കാണിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൗദി അറേബ്യ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മേളിൽ ഇക്കാം നമ്പർ കൊടുക്കുക, താഴെ പാസ്വേഡ് കൊടുക്കുക, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ്. ഇവിടെ താഴത്ത് കാണുന്ന ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇതിലോട്ടൊരു OTP വരും മൊബൈൽ നമ്പറിലോട്ട്. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, പാസ്വേഡ് ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു 4 നമ്പറായിരിക്കും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇങ്ങനെയാണ്. നുസ്ക് ആപ്ലിക്കേഷൻ്റെ പഴയ നുസ്ക് ആപ്ലിക്കേഷൻ്റെ ഒക്കെ ചെറിയൊരു ഇതുപോലെ ഇവിടെ എന്താണ് നമ്മുടെ ഉംറ പെർമിറ്റ് കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഉംറ എന്നതാ ഈ കാണുന്നതാണ് ഉംറ ബുക്കിങ്. ഇതിൽ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് താഴെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ഉംറ ബുക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. റെഡാണോ ചുവപ്പാണോ എന്നൊക്കെ കാണിച്ച് തരുന്നുണ്ട്. മോർണിംഗ് ടൈം അതുപോലെ ഈവനിങ് ടൈമിൻ്റെ ഒക്കെ അത് ചേഞ്ച് ആയിട്ടുണ്ട്.